സാറേ ബിഗ് ബോസ് കാണാറുണ്ടോ? പിന്നെ ബിഗ് ബോസ് ഇഷ്ടമാണ്. ഇഷ്ടം രസമാണ് കണ്ടോണ്ടിരിക്കുക. നമ്മളൊക്കെ ലൈഫൊക്കെ മുന്നേ ക്യാമറ വെച്ചാൽ ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുമല്ലോ. പിന്നെ ഇത് ഈ പറയുന്നത് പോലെ ഇന്റർനാഷണലി ഭയങ്കര റേറ്റിംഗ് ഉള്ള ഒരു പരിപാടിയാണ്. നമ്മളെ ഏഷ്യക്കാരുടെ മാത്രം. ഇത് ആദ്യം തുടങ്ങിയത് 1999 നെതർലാൻഡ്സിലാണ്, ഹോളണ്ടിൽ. എന്റെ മനുഷ്യൻ തുടങ്ങുന്ന ഈ പരിപാടി. അന്ന് തൊട്ട് ഇത് ഭയങ്കര റീച്ചാണ് ഈ പരിപാടി. അപ്പൊ അന്നേ അന്നൊക്കെ നമ്മളൊക്കെ സ്കൂൾ പഠിക്കുന്ന സമയത്താണ് നമ്മൾ മനോരമയിലൊക്കെ ചെറിയ റൈറ്റപ്പ് ഇതിനെ പറ്റി കണ്ടിരുന്നു. ഇത് ബേവാച്ച് അങ്ങനെയുള്ള പരിപാടികൾ. അന്ന് ഇവിടെയൊക്കെ കേബിള് ദൂരദർശനല്ലേ, നമ്മളെല്ലാം കൃഷിദർശൻ കണ്ട് അപ്പൊ അന്ന് നമ്മളൊക്കെ എന്താണ് നമുക്കിതൊക്കെ കാണാൻ പറ്റുക എന്നുള്ളൊരു ക്രേസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തപ്പോൾ പിന്നെ കേബിൾ ടി വി റവല്യൂഷൻ വന്ന സമയത്ത് നമ്മൾ കാണി. ഏറ്റവും കൂടുതൽ നമ്മളൊക്കെ ശ്രദ്ധ വന്നത് ശില്പ ഷെട്ടി വിവാദം ഉണ്ടായ സമയത്താണ്. ബിഗ് ബ്രദർ ആണ് അവിടെ, ഇവിടെ ബിഗ് ബോസ് ആണ്. ബിഗ് ബോസ് അങ്ങനെ അത് കഴിഞ്ഞ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നു. സൽമാൻ ഖാൻ അതിന്റെ ആങ്കർ. സൽമാൻ ഖാന്റെ കരിയറിൽ തന്നെ നല്ലൊരു ബാക്കപ്പ് മാത്രമല്ല, അയാളൊരു രണ്ടാം വരവിന് നാന്ദിയായത് എന്ന് വേണമെങ്കിൽ പറയാം. അത് സൽമാൻ നന്നായി ചെയ്യുന്നുണ്ട് അത്. പിന്നെ കേരളത്തിലേക്ക് വന്ന സമയത്ത് നമ്മൾ ആര് ചെയ്യുമെന്നുള്ളതായിരുന്നു. മോഹൻലാൽ അങ്ങനെ ആപ്റ്റാണെന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷെ മോഹൻലാൽ ഗംഭീരാവുന്നുണ്ട്. സൗത്ത് ഇന്ത്യയിലെ മറ്റുള്ളവരെ അപേക്ഷിച്ച് സൽമാൻ ഖാൻ ഏറ്റവും നന്നായി ചെയ്യുന്ന മോഹൻലാൽ നന്നായി സൽമാനെ കണ്ട് പഠിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പല കാര്യങ്ങളും ഇപ്പം ഡ്രസ് ചെയ്യുന്നതിനിടയ്ക്ക് ദേഷ്യം പിടിച്ചു വരിക, ഇതൊക്കെ സൽമാൻ വളരെ ഇമ്പൾസീവാണ്. മോഹൻലാൽ അങ്ങനെ ഇമ്പൾസീവ് ഒന്നല്ല, പക്ഷെ അങ്ങനെ രസകരമായിട്ട് പോകുന്നുണ്ട്. പിന്നെ മോഹൻലാൽ ഇതിന് വേണ്ടിയിട്ട് അന്ന് ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അവർക്കും ആ പരിപാടി ഇല്ലായിരുന്നല്ലോ, അപ്പൊ നന്നായി ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ എനിക്ക് ഇഷ്ടമാണോ എന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മൾ എന്താ പറയുക, ചിലതൊക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കില്ലേ, അങ്ങനെയാണ് കാണാം. പുതിയ സീസൺ തുടങ്ങി ഏകദേശം തീരാറായ 50 എപ്പിസോഡ് കഴിഞ്ഞു. അപ്പൊ ഈ പുതിയ സീസണിൽ 2 ദിവസം മുമ്പ് കഴിഞ്ഞ സീസണിലെ വിജയ് അഖിൽ മാരാർ അദ്ദേഹം ചില ബോംബുകളൊക്കെ പൊട്ടിച്ചോണ്ടിരിക്കുകയാണ്. അതിന്റെ ചുവട് പിടിച്ച് ചിലരൊക്കെ വരുന്നു, കാസ്റ്റിംഗ് കൗച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആളുകൾ വരുന്നു. പിന്നെ മത്സരാർത്ഥി അതിനകത്തുണ്ടായിരുന്ന ഈ സീസണിലെ മത്സരാർത്ഥികൾ തന്നെ പുറത്തിറങ്ങിയിട്ട് പല കാര്യങ്ങളൊക്കെ പുറത്തു വിടുന്നു. ഈ പിന്നെ മരുന്ന് കൊടുത്തു, അങ്ങനെയൊക്കെ ചില കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ യഥാർത്ഥത്തിൽ ഇതൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണോ? അല്ല, ഇതിന്റെ ഒരു കാര്യം, ബിഗ് ബോസ് ഒന്നാമത്തെ കാര്യം ഇത്തവണ ഓരോ തവണ ഓരോരോ ക്യാപ്ഷൻ കൊടുക്കാറുണ്ട് അവർ. ഇനി ഈ കളി വേറെ ലെവൽ, ഈ കൂടുതൽ കളറാവും, ഇത്തവണ മാറ്റി പിടിച്ചാലോ എന്നുള്ളത്. നല്ലത് ഈ മാറ്റി പിടിച്ചാലോ എന്നുള്ളത് നമുക്ക് മനസ്സിലായില്ലായിരുന്നു. അപ്പൊ ആദ്യം തന്നെ മാറ്റി പിടിച്ചത് രജീഷ് തന്നെ പറഞ്ഞിട്ടൊരു കാൻറ്റീൻ. രതീഷ് ഭയങ്കര ബഹളം. ഇയാള് വന്നു തന്നെ ഒരു കാര്യമില്ലാണ്ട് ബഹളം. ഇയാളെ ഒരു പിന്നെ മുമ്പത്തെ മുൻഗാമികളുണ്ട് ഇയാൾക്ക്. ഈ പറഞ്ഞ ഡോക്ടർ എന്ന പയ്യന്റെ പേര്, സിനിമയിലൊക്കെ അഭിനയിക്കാൻ പറ്റിയ പയ്യനുണ്ട്, റോബിനെ പോലുള്ള. പിന്നെ നമ്മുടെ മറ്റേ പ്രൊഫസർ ഉണ്ടല്ലോ, ഇവരൊക്കെയാണ് ഇങ്ങനെ മുൻഗാമികൾ. അപ്പൊ അവരൊക്കെ പക്ഷെ കുറച്ച് ടൈം എടുത്തിട്ടാണ്. ഇപ്പോ എനിക്ക് തോന്നുന്നു ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് അവർ ഈ പറയുന്ന നെഗറ്റീവ് അടിച്ചു തുടങ്ങിയത്. നമ്മളെ മനുഷ്യന്മാരേറ്റവും ഞാൻ മുമ്പ് ഒരു ചർച്ച നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, നമ്മളെല്ലാം തന്നെ ജീസസിന് മുന്നിൽ എഴുതി എത്തിക്കുകയും ജൂദാസിനെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നവരാണ്. അതുപോലെയാണ് ഈ കാര്യം. ഈ നെഗറ്റീവ് കൊടുത്തു കഴിയുമ്പോൾ ഭയങ്കര വ്യൂവേഴ്സ് ആയിരിക്കും, നല്ല കാര്യങ്ങൾക്ക് വ്യൂവേഴ്സ് കുറവായിരിക്കും. ഇപ്പൊ അശ്വിൻ ഗോക്ക് തന്നെ പറയണ്ടേ, അശ്വിൻ ഗോക്കിന് നെഗറ്റീവ് റിവ്യൂവിന് ഭയങ്കര വ്യൂവേഴ്സ് ആണ്, അവൻ പോസിറ്റീവ് പറഞ്ഞ കാര്യം കാണുന്നത്. ഇത് മനുഷ്യന്റെ ബേസിക് നേച്ചറാണ്. അപ്പൊ ഈ നെഗറ്റീവായി വരുന്ന ആളുകളാണ് ബിഗ് ബോസ് ശ്രദ്ധിക്കപ്പെടുക. അവർക്ക് അപ്പൊന്നും കിട്ടണമെന്നില്ല. അഖിൽമാരായി ഇത് രണ്ടും കൂടി കണക്ട് ചെയ്തു പോയി. അയാളെ സുഖം ബേസിക്കലി അങ്ങനെ തന്നെയാണല്ലോ, നെഗറ്റീവ് പോസിറ്റീവ് ഉണ്ട്. ദേവാസുരം എന്ന് പറഞ്ഞ പോലെയാണ് അഖിൽമാരാറ്. അപ്പം അഖിൽ അത് രണ്ടും കണക്ട് ചെയ്തു. പൊതുവെ ഈ നെഗറ്റീവ് വരുന്ന ആളുകൾക്ക് പ്രൈസ് കിട്ടാറില്ല. പ്രൈസ് ഉണ്ടോന്ന് പൊതുവെ ഈ പറയുന്ന സോക്കോൾഡ് എല്ലാവരും മിഡിൽ ക്ലാസ്സിന് ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ആള്. അപ്പൊ രതീഷിന്റെ പ്രശ്നത്തിൽ രതീഷ് നേരിട്ട് വന്നിട്ട് അങ്ങ് പണി തുടങ്ങി. കണ്ടതിന് മൊത്തം പ്രശ്നം ഉണ്ടാക്കുക, ആരോ ഒരാൾ പറഞ്ഞെന്ന് അടുക്കള തീ കത്തിച്ചെന്ന് പറഞ്ഞ് കേട്ടതിന്റെ പുറത്ത് പ്രശ്നം ഉണ്ടാക്കുക. നമുക്ക് തന്നെ ഭയങ്കര അലോസനായി തോന്നി രതീഷെ കാണുമ്പോൾ തന്നെ. ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യൻ തലതാരനുണ്ടോന്ന് തോന്നിപ്പോയി. പക്ഷെ ഇത് ഞാൻ രതീഷൻ കുറ്റപ്പെടുത്തി. ചിലപ്പോൾ രതീഷിന് കൊടുത്ത നിർദ്ദേശമായിരിക്കും, നിങ്ങൾ പണ്ട് ക്രിക്കറ്റില് ഒരു അവസാന 10 ഓവറിലാണ് അടി. പക്ഷേ ഈ നമ്മുടെ ഇന്ത്യയിൽ നടന്ന വേൾഡ് കപ്പിൽ ഓസ്ട്രേലിയ അല്ല, ശ്രീലങ്ക വേൾഡ് കപ്പ് നേടിയ സമയത്ത് അന്ന് ശ്രീലങ്ക എടുത്ത സ്ട്രാറ്റജി ഉണ്ട്, രണതുംഗയുടെ ശ്രീലങ്ക. അതായത് ഓപ്പണേഴ്സ് തന്നെ ഫസ്റ്റ് ബോൾ തുടങ്ങാം. ഈ പരിപാടി അങ്ങനെ നിർദ്ദേശം ചിലപ്പോൾ ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ടോ, നീ അങ്ങനെ കളിച്ചോ. ഈ മോഹൻലാൽ മാറ്റി പിടിക്കാൻ തോന്നുന്നത് അതുകൊണ്ടായിരിക്കും. അങ്ങനെ ഒന്നാമത്തെ എപ്പിസോഡ് ലാസ്റ്റ് എപ്പിസോഡ് എന്ന രീതിയിലാണ് ഷോ പോയിക്കൊണ്ടിരുന്നത്. അവിടെയാണ് മാറ്റി പിടിക്കൽ വന്നത്. അപ്പൊ മാറ്റി പിടിക്കൽ വന്നെന്ന് വെച്ചാൽ എവിക്ഷൻ നടക്കുന്നു. എവിക്ഷൻ നടക്കുമ്പോൾ എല്ലാവരോടും നിങ്ങൾ സ്റ്റാർ ആണോ, സൂപ്പർ സ്റ്റാർ ആണോ, സീറോ ആണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പിന്നെ നോട്ടീസ്, എന്താ പറയുക, പേപ്പർ എടുക്കാൻ പറയും. ഇതിന് മൂപ്പരെടുത്ത് 0 എന്നാണ്.
അപ്പം ഹീറോ അല്ല സീറോ ആണ് എന്നുള്ളത്. അത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ നിർദ്ദേശമായിരിക്കും. ഏതായാലും മൂപ്പർ ഔട്ടേ. അത് ഞെട്ടലായിരുന്നു. രതീഷ് എന്തിനാ 50 എപ്പിസോഡ് കൂടുതൽ പോകുമെന്ന് വിചാരിച്ച കണ്ടക്ഷൻ. അതാണ് ഒന്നാമത്തെ ഞെട്ടൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ഞെട്ടല് റോക്കിയും സിജോയും തമ്മിലുള്ള അടിയാണ്. റോക്കി സിജോയും തമ്മിൽ അടിയിൽ ഒരു വേറൊരു പ്രശ്നമുണ്ട്. അതിന്റെ തൊട്ടുമ്പത്തെ സിജോ ഈ റോക്കിക്ക് ആരോട് ബഹുമാനമില്ലാത്ത പെമ്പിള്ളേരോടൊക്കെ ഭയങ്കര കപാലക്കുറ്റി അടിച്ചു പൊളിക്കും എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള അങ്ങനെ ഞാൻ കേട്ടിട്ടില്ല. ബിഗ് ബോസ് അങ്ങനെയൊക്കെ പറയുന്നത്. ഹിന്ദിയിലൊക്കെ ചൂട് ചായ മുഖത്ത് വയ്ക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വല്ലാത്തൊരു ക്യാരക്ടറായി തോന്നി എനിക്ക്, സൈക്കോനെ പോലെ. അപ്പം മോഹൻലാല് അതിന്റെ തൊട്ട് മുമ്പത്തെ എപ്പിസോഡ് വന്ന് പറയുന്നുണ്ട് ഇയാളോട്, നീ തല്ലൂന്നൊക്കെ തല്ലിയും കണ്ടേ ഞാനാണ് തല്ലൂന്ന്. അപ്പൊ അവൻ ചോദിക്കും ആണോന്ന് ചോദിക്കും. ഞാൻ ഇതൊന്നും മൂപ്പര് ഇങ്ങനെയൊക്കെ പറയുന്ന മോഹൻലാൽ തല്ലാൻ പാടില്ലല്ലോ അതില്. അത് കഴിഞ്ഞിട്ട് അടുത്ത എപ്പിസോഡിൽ സിജോ അവന്റെ താടിക്ക് പിടിക്കുന്നു, ഇവൻ അടിക്കുന്നു. മോഹൻലാൽ പറഞ്ഞിട്ട് അടിക്കുന്നതെന്ന് അങ്ങനെ അറിയില്ല. ഏതായാലും അന്ന് കൊടുത്ത മെസ്സേജ് ഇവൻ തല്ലിയാലും പ്രശ്നമില്ലാന്നല്ലേ ചെയ്ത. മോഹൻലാൽ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ഞാനാണ് തിരിച്ചടിക്കായിരുന്നു, ഞാനാണ് തിരിച്ചടിക്കും, ഇയാൾ പറയുന്നല്ലേ ഉള്ളൂ എന്നുള്ളതാണ് രീതിയിൽ. അപ്പൊ അതങ്ങനെ മെസ്സേജ് കൊടുത്താണോ, അല്ലെങ്കിൽ അത്രത്തോളം പോകണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടോ, വെറുതെ തമാശ മൂപ്പര് പറഞ്ഞു പോയതാണോ? ഏതായാലും അത് ഞെട്ടിക്കുന്ന സംഭവമായിരുന്നു. ആ അടി കണ്ടാൽ നമുക്ക് അത്ര വലിയ പരിക്ക് പറ്റിയിരുന്നു. പക്ഷെ ബോക്സിങ്ങിന്റെ ഇപ്പം കരാട്ടയിലൊക്കെ 1 ഇഞ്ച് കിക്കുന്ന ഇങ്ങനെയുള്ള കിക്കുണ്ട്. നമ്മളെ ബ്രൂസിനെയാണ് അതിൻ്റെ അത് ചെറിയൊരു കിക്കല്ല, ഒരു പഞ്ചാണ്. 1 ഇഞ്ച് പഞ്ച്. ഇങ്ങനെ ഒരു പഞ്ച് ഈ വിരലോണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾ ഒരു ഏതാണ്ട് ഒരു 5 മീറ്ററൊക്കെ അങ്ങോട്ട് തെറിച്ചു വീഴും. അങ്ങനെ ചെറിയ ഒരു എന്താണ് പറയുക, ഒരു പഞ്ചിൽ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റും. കരാട്ടയിൽ അതുണ്ട്, പക്ഷെ എക്സ്പേർട്സിനെ പറ്റും. ബോക്സിങ്ങിൽ ഇവൻ ബോക്സറാണ്, ഇവൻ തന്നെ അടി കണ്ടിട്ട് എനിക്ക് അത്ര ഇമ്പാക്റ്റുള്ള അടിയാന്ന് തോന്നിയില്ല. പക്ഷെ പിറ്റേന്ന് മറ്റവൻ സിജോ ഈ പറയുന്ന ഐസ് ബാഗ് ഒക്കെ വെച്ച് നടക്കുന്നു, പിന്നെ ഹോസ്പിറ്റലിൽ പോകുന്നു, വലിയ പ്രശ്നങ്ങളൊക്കെ കേട്ടു. ഏതായാലും ഞെട്ടിക്കുന്ന സംഭവമായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ ബിഗ് ബോസ് കൊണ്ട് എന്ത് മെസ്സേജാണ് സമൂഹത്തിന് കൊടുക്കുന്നത്? ഈ ആളുകളൊക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങളെന്ത്. പക്ഷെ ഇവരെല്ലാം ഇത് കാണുന്നുണ്ട്. ഈ പറയുന്ന ആളുകൾ, നമ്മൾ സോഷ്യൽ മീഡിയയിൽ നോക്കിയ നെഗറ്റീവ് കമന്റുകൾ, ലാലേട്ടൻ ഈ പണി നിർത്തൂ എന്നൊക്കെ പറഞ്ഞിട്ട് താങ്കളുടെ വില പോയി. പക്ഷെ ഇവരിത് കാണുകയും ചെയ്യുന്നുണ്ട്. പിന്നെ മോഹൻലാൽ ഏത് പടത്തിന് അഭിനയിക്കും? ചില ആളുകൾ വാനപ്രസ്ഥത്തെ അഭിനയിച്ചാൽ നിങ്ങൾ ഈ പണി നിർത്തൂ, പുലിമുരുകൾ അഭിനയിച്ചാൽ നിങ്ങൾ ഈ പണി നിർത്തും. ഇപ്പൊ അവസാനം കിട്ടണമെന്ന മോഹൻലാൽ ഇപ്പോഴേക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരും. അതിന്റെ കാര്യമില്ല. അതിൽ അപ്പൊ ഇതിൽ മെസ്സേജ് കൊടുക്കുന്നത് ഇതാണ്. അല്ല, ഇതിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം വെച്ചാൽ, ഇങ്ങനെ ഒരു ഗിവൺ സിറ്റുവേഷനിൽ നമ്മളെയൊക്കെ പിടിച്ചിട്ടാൽ നമ്മൾ എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുക? പുറം ലോകമായിട്ട് ഒരു ബന്ധമില്ല. മിനിമം ജീവിത സാഹചര്യങ്ങളേ ഉള്ളൂ. വ്യത്യസ്ത സ്വഭാവക്കാരായിട്ടുള്ള നമുക്ക് തീരെ പരിചയമില്ലാത്ത ആളുകൾ. അപ്പൊ ഇത്തരം സാഹചര്യങ്ങൾ മനുഷ്യൻ എങ്ങനെ ബിഹേവ് ചെയ്യും എന്നുള്ളത് ഏതാണ്ടൊക്കെ ശരിയാണ്. നമ്മളെ വീട്ടിലൊക്കെ ഒരു ക്യാമറ വെച്ചാലൊക്കെ എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കും. അതിൽ കുറച്ച് ഡ്രാമ അവർ കൊണ്ടുവരുന്നുണ്ടാവും. എനിക്ക് തോന്നുന്നു ഓരോരുത്തരും കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് നമ്മൾ കാണുന്നില്ല. ഇപ്പം 24 മണിക്കൂർ നടക്കുന്ന കാര്യങ്ങളെ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു മണിക്കൂറിലുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്നത്, ബാക്കി എഡിറ്റഡ് ഔട്ടാണ്. കൺഫെഷൻ റൂമിൽ വിളിച്ച് നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നത് അതിനനുസരിച്ച് ആയിരിക്കും അവിടുത്തെ പല ആളുകൾ. ചിലപ്പോൾ ഒരു കാര്യം ഇല്ലാണ്ട് ചില ആളുകൾ റിയാക്ട് ചെയ്യുന്നതൊക്കെ കാണാം. അത് വെറുതെ അല്ലല്ലോ, ഇവരെല്ലാവരും വിൻ ചെയ്യണമെന്ന് വിചാരിച്ചു വരുന്ന ആളുകൾ. പക്ഷെ അതിനെ നെഗറ്റീവായി ബാധിക്കുന്ന രീതിയിൽ അവർ ചിലപ്പം റിയാക്ട് ചെയ്യും. അത് കുറെയൊക്കെ ചിലപ്പം അതിൽ സ്ക്രിപ്റ്റഡ് ആവാനും സാധ്യതയുണ്ട്. പിന്നെ ഈ വിവാദങ്ങൾ പോലും ചിലപ്പോൾ സ്ക്രിപ്റ്റഡ് ആവാൻ സാധ്യതയുണ്ട്. കാരണം മാറ്റിപ്പിടിക്കുക എന്നുള്ളതാണത്. അദ്ദേഹം പറഞ്ഞത്. അപ്പം അങ്ങനെ മാറ്റിപ്പിടിക്കാവുന്ന 2ാമത്തെ എപ്പിസോഡാണ് റോക്കിയുടെ എപ്പിസോഡ്. അങ്ങനെ റോക്കി ഔട്ടാവുന്നു. പക്ഷെ അതിൽ കേസൊന്നും ഇല്ലാന്നു അതിന്റെ. പക്ഷെ ഈ പയ്യൻ സിജോ കേസ് കൊടുത്തില്ല പോലും കേസ് നടക്കുന്നുണ്ട്. അതിനുശേഷം പുതിയ വൈൽഡ് കാർഡ് എൻട്രീസ് വരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു പൂജ എന്ന് പറഞ്ഞിട്ടുള്ളത്. പൂജ ഔട്ടാവുന്നു. ഈ പലരും ഔട്ടാവുന്നത് റോക്കി ഔട്ടാവുന്ന ഈ അടി കൊണ്ടാണ്. പിന്നെ ഏഷ്യാനെറ്റിലെ മറ്റേ ആ ഒരു കോമഡി എന്താണ് സംഗീത പരിപാടിയിൽ ആദ്യമായിരുന്ന പയ്യൻ, അവനാണ് ഏറ്റവും അവസാനം ഔട്ടായി. ഇപ്പൊ വലിയ എന്താണ് വിവാദമായത്. കാരണം അവന് വലിയ സപ്പോർട്ട് കിട്ടി. വൈൽഡ് കാർഡ് എൻട്രി വന്നാണ് വലിയ സപ്പോർട്ട് കിട്ടി. അവൻ പെട്ടെന്ന് തന്നെ ക്യാപ്റ്റൻ ആവുന്നു. ഭയങ്കര ശ്രദ്ധിക്കപ്പെടുന്ന സമയത്ത് തന്നെ ആരോഗ്യ പ്രശ്നം അവൻ പുറത്താണ്. അപ്പൊ ഇതൊക്കെ തന്നെ ഇപ്പൊ ബിഗ് ബോസിന്റെ റേറ്റിംഗ് ഒന്നും അറിയില്ല. ഇത് വിവാദമായി മറ്റു ചാനലുകളൊക്കെ ഏറ്റെടുക്കുന്നതോടുകൂടി റേറ്റിംഗ് സ്വാഭാവികമായിട്ടും കൂടും. എന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്നുള്ള ഒരു ഫീൽ വരും. ഇതല്ലേ സ്ക്രിപ്റ്റഡ് അല്ല എന്നുള്ള ഒരു ഫീൽ വരും. ആ സമയത്താണ് അഖിൽ മാരാത് ഇങ്ങനെയുള്ള ഒരു വിവാദമായിട്ട് വരും. അഖിൽ മാരാ മാത്രമേ, പിന്നെ സാബു വരുന്നു, ലക്ഷ്മി വരുന്നു, ഇവരൊക്കെ പറയുന്നുണ്ട്. റോബി പറഞ്ഞു, ഞാനത് മുമ്പേ പറഞ്ഞതല്ലേ. പക്ഷെ എന്റെ ഒരു സംശയം എന്ന് വെച്ചാല്, ഈ ഒരു ഷോയില് ശക്തമായിട്ടുള്ള നിബന്ധനയുള്ള കരാറുകൾ ഒപ്പിട്ടിട്ടാണ് ഇവർ പോകുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട രഹസ്യങ്ങളൊന്നും പുറത്തു പറയാൻ പാടില്ല എന്നുള്ളത്. അപ്പൊ അങ്ങനെ അവർ പുറത്ത് പറയുന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ ആ ടീമിന്റെ ഒരു എന്താ പറയുക അറിവോട് കൂടിയായിരിക്കും. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം മാക്സിമം റേറ്റിംഗ് കൂട്ടുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ റേറ്റിംഗ് കൂട്ടിക്കഴിഞ്ഞാൽ
സ്വാഭാവിക റവന്യൂ ജനറേറ്റ് ചെയ്യാന്നുള്ളതാണ്. അതെ അതെ. എത്ര ഐബോൾസ് നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നോ അത്രയും റേറ്റിംഗ് കൂടുന്നു, അത്രയും റവന്യൂ. അപ്പൊ വേറെ ലെവലിൽ എന്ന് മോഹൻലാൽ പറഞ്ഞത് തന്നെ ആയിരിക്കും. അപ്പൊ ഒരുപക്ഷെ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ആള് ചിലപ്പോൾ വിന്നറായിട്ട് വരാം. പക്ഷെ അഖിൽമാരാർ ഉന്നയിച്ച ആരോപണങ്ങൾ അതിപ്പം അതൊരു പെൺകുട്ടി അതിനെ കുറിച്ച് വന്ന് പറയുന്നുണ്ട്, അത് ഏറ്റുപിടിച്ചിട്ട്. അല്ലെ, ഇതിപ്പം അദ്ദേഹത്തോട് പിന്നെ ആരും പറഞ്ഞിട്ട് പറഞ്ഞതാണെങ്കിലും അഖിൽമാരാർ തന്നെത്താൻ പറഞ്ഞതാണെങ്കിലും അഖിൽനാഥ് വളരെ ഇമ്പൾസീവ് ആണ്. അപ്പൊ ഞാൻ അഖിൽമാരെ വളരെ ജെന്യൂൻ ആയിട്ട് മനുഷ്യനാണ്. പക്ഷെ ഇദ്ദേഹം ഈ ഷോയിലെ വിന്നറായത് ഇതിന്റെ പാർട്ടായി നിന്നതുകൊണ്ടാണ് എനിക്ക് അതിൽ എത്രത്തോളം പറയാൻ പറ്റില്ല. നമുക്ക് ഇതെല്ലാം തന്നെ ഒരു ഇല്ലുമിനേറ്റി ആണല്ലോ. ഈ ലോകം തന്നെ ഒരു ഇല്ലുമിനേറ്റ്, അത് മറ്റേ പയ്യൻ ബായന്റെ ഇടയിൽ എന്ന് പറയുന്ന പോലെയാണ് കാര്യങ്ങൾ. എല്ലാം ആരൊക്കെ എവിടെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുന്ന പോലെ ബിഗ് ബോസ് എസ്പെഷ്യലി ആ രീതിയിലുള്ള ഒരു സാധനം തന്നെയാണ്. അപ്പം ഇതുപോലൊരു വിവാദം എനിക്ക് മുമ്പ് തോന്നി. ഞാൻ ഡൽഹി പഠിക്കുന്ന സമയത്ത് ഹിന്ദി ഷോ ആണ്, നമ്മുടെ മരിച്ചുപോയ പ്രമാദ് മഹാജനമോൻ രാഹുൽ ഷോയിലുണ്ടായിരുന്നു. രാഹുൽ ഇങ്ങനെ അവിടെ ഈ ഹൈ ക്ലാസ് സമൂഹത്തിൽ ഈ പറയുന്ന പെൺകുട്ടികൾക്ക് മസാജ് ചെയ്ത് കൊടുക്കുന്ന ഒരു നെഗറ്റീവ് സംഭവം തന്നെ. അത് പൂളിൽ എത്തുന്ന പെൺകുട്ടിക്ക് മസാജ് ചെയ്തെടുക്കും കൂടുതലുള്ള. ഇത് വലിയ വിവാദമാണ് പിൽക്കാലത്ത് വിറ്റിരുന്നു. എന്നിട്ട് അയാളെ ഡിവോഴ്സ് ചെയ്ത ഭാര്യനോട് പോയി അഭിപ്രായം ചോദിക്കുന്നു. എന്നിട്ട് അത് ലൈവായിട്ട് ഏതൊരു ചാനൽ ടെലികാസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയുള്ള ആ വിവാദത്തിലൂടെ ഭയങ്കര ശ്രദ്ധിക്കപ്പെട്ടു. അതില് അന്ന് രാഹുലിനല്ല കപ്പ ഇത് കിട്ടിയത്, വിന്നർ രാഹുലായിരുന്നു. പക്ഷെ രാഹുലായിരുന്നു ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാൻഡിഡേറ്റ്. അപ്പൊ ഇതെല്ലാം തന്നെ ആ ഒരു ഷോയുടെ ഒരു മൂല്യത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ആരോപണങ്ങൾ ഇപ്പം വന്ന് കുറച്ച് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ്. അതിൽ ചില ആളുകളെ പേരെടുത്തിട്ട് തന്നെ മാരാർ പറയുന്നുണ്ട്. പക്ഷെ ഇതിലെ കാര്യത്തിൽ മാരാർ അങ്ങനെ പറയുന്നത് കുറച്ചുകൂടി എന്താ പറയുക, ആളുകൾ മൊത്തം സംശയത്തിന് മുന്നിൽ ഇപ്പൊ ചിലപ്പോൾ ആ ഷോയുടെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കും. പക്ഷെ കുറെ ആളുകളെ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന കുറെ ആളുകളെ ആ സംശയത്തിന് മുന്നിൽ നിർത്തുന്നുണ്ട്. ഒന്നാമത് അത് ശരിയല്ല, അതിലൊരു ക്ലാരിറ്റി. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇതിൽ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വേറെ ഒരുപാട് കണ്ടസ്റ്റൻസ് ഇതിൽ പങ്കെടുക്കാൻ പോകുന്നുണ്ട്. അവരൊന്നും അത്ര ആരോപണം ഉന്നയിച്ചിട്ടില്ല. ഇല്ല. ചില ആളുകൾ മുന്തിരിങ്ങ കഴിക്കും പുളിക്കുന്നൊക്കെ പറഞ്ഞതിന്റെ മാതിരി കിട്ടാതെ 1-2 തവണ ഓഡീഷനൊക്കെ പോയിട്ട് കിട്ടാതെ വന്നിട്ട് പറയുന്നുണ്ട്. അതല്ലാതെ നമ്മൾ കേട്ടിട്ടില്ലല്ലോ. അപ്പൊ അതിൽ ഇങ്ങനെ ജനങ്ങൾ ഒരുപാട് വിശ്വസിക്കുന്ന ഒരു ഷോ, വളരെ പ്രധാനപ്പെട്ട ആളുകൾ അസോസിയേറ്റ് ചെയ്യുന്ന ഷോ. അപ്പൊ അത്തരം ഷോക്കെതിരെ ഈ അവര് പറഞ്ഞിട്ട് അവരുടെ മാർക്കറ്റിങ്ങിന്റെ ഭാഗമല്ലാതെ വരുന്ന ആരോപണമാണെങ്കിൽ യു ഹാവ് ടു ബ്രിങ് എവിഡൻസ്. മനസ്സിലായില്ലേ? അതല്ലെങ്കിൽ അതൊരു വലിയ പ്രശ്നമാണ്. അതിപ്പോ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ അത് വിവാദം ഇവര് എന്റെ മോൾ ഷൈനെ ഏറ്റെടുക്കുമെന്ന് എനിക്കറിയില്ല. വിജയന്റെ ഏറ്റെടുക്കുമെന്ന് അറിയില്ല. ഏറ്റെടുക്കുകയാണെങ്കിൽ അതൊരു സീരിയസ് ആയിട്ടുള്ള ഒരു വിവാദമാകുന്നത്. അതുപോലെ കൃത്യമായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കാൻ പറ്റിയില്ലെങ്കിൽ പലരും പെട്ടുപോകും. അതാണ് അതിന്റെ ഒരു കാര്യം. എനിക്ക് തോന്നുന്ന വെച്ചാൽ ഈ ഷോയുടെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഷോയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കേണ്ടത് RSS ജമാഅത്ത് ഇസ്ലാമിക്കാണ്. കാരണം ഒരു വെസ്റ്റേൺ കൾച്ചർ നമ്മുടെ നാട്ടിലേക്ക്, അതിപ്പോ നിങ്ങൾ ഇഷ്ടപ്പെട്ട എല്ലാം ഓൾറെഡി വന്നു കഴിഞ്ഞു. വിദ്യാഭ്യാസത്തിൽ വന്നു കഴിഞ്ഞു, വസ്ത്രധാരണത്തിൽ വന്നു കഴിഞ്ഞു, വണ്ടികളിൽ വന്നു കഴിഞ്ഞു, വേ ഓഫ് ടോക്കിങ്ങിൽ വന്നു കഴിഞ്ഞു. അത് കൂടുതൽ ശക്തമായി നമ്മുടെ വീടുകളിൽ എത്തിക്കാൻ ഈ ഷോ കാരണമാണ്. ഇവരിപ്പോ ഇന്റർനാഷണൽ ഓരോ രാജ്യത്ത് ആ രാജ്യത്തിന്റെ ബ്രോഡ്കാസ്റ്റിംഗ് ഗൈഡ് ലൈൻസ് അനുസരിച്ചിട്ടാണ്. ചില സ്ഥലത്തൊക്കെ വളരെ ഓപ്പൺ ആയിട്ട് ഞാൻ കേട്ടിടത്തോളം ഈ പറയുന്ന എന്താ പറയുക ബെഡ്റൂം സീൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ അലൗഡ് അല്ല. കേരളത്തിൽ ആദ്യം വന്നപ്പോൾ എനിക്ക് ആമ്പിള്ളേരും പെമ്പിള്ളേരും 2 റൂമിലായിരുന്നു. ഇപ്പൊ അവർ ഒരുമിച്ച് താമസിക്കുന്നുണ്ട്. ഇപ്പൊ അതുപോലെ തന്നെ ഈ ഒരു പൂള് ആദ്യം കേരളത്തിലെ, പിന്നെ ഇടയ്ക്ക് ഒരു പൂള് വന്നു. എങ്കിൽ പോലും നോർത്ത് ഇന്ത്യ കാണിക്കുന്ന പോലെ ഇവിടെ കാണിച്ചിട്ടില്ല. അപ്പൊ ഓരോ സ്ഥലത്തും മാനദണ്ഡം അനുസരിച്ചിട്ട് അവര് ഈ വ്യത്യസ്തമായ രീതിയിലാണ് ചെയ്യുന്നത്. പോയാലും ഇതിന്റെ ഒരു ആത്യന്തികമായിട്ടുള്ള ഒരു ഔട്ട് എന്ന് വെച്ചാൽ ഒരു വെസ്റ്റേൺ കൾച്ചറിനോടുള്ള ആഭിമുഖ്യമാണ്. ഇപ്പൊ എലീറ്റുകളുടെ ഇടയിൽ, അപ്പർ മിഡിൽ ക്ലാസിന്റെ ഇടയിലൊക്കെ വെസ്റ്റേൺ കൾച്ചറിനോട് കൂടുതൽ ആഭിമുഖ്യമുണ്ട്. നമ്മൾ വെസ്റ്റേൺ കൾച്ചർ മാറ്റി നിർത്തുന്നത് ഇതിപ്പോ ഗ്ലോബൽ കൾച്ചറാണ്. വെസ്റ്റേൺ എന്ന് പറയുമ്പോൾ ഇതിപ്പോ ഗ്ലോബൽ, നമ്മൾ വേണ്ടി ഷർട്ട് ഇടുന്നു, അത് സൗകര്യമാണ്. മുണ്ടെടുക്കുന്നതിനെക്കാട്ടും സൗകര്യമാണ്. അല്ലെങ്കിൽ പിള്ളേർ ഈ പറയുന്ന പെൺപിള്ളേര് മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സ് പാൻസും ഷർട്ടും ധരിക്കും. അവരത് കംഫർട്ടബിൾ എന്നാണ് അവർ പറയുന്നത്. നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പൊ ഇത് കൂടുതൽ നമ്മുടെ വീടുകളിലേക്ക്, അത് ആണ് പ്രണയങ്ങള്. ഇപ്പം ബിഗ് ബോസിൽ അടുത്ത പേളിയും മറ്റേ പയ്യനായിട്ടുള്ള പ്രണയം, ഇന്റർ റിലീജിയസ് ഇന്ത്യ ജാസ്മിനും, അതെ തന്നെ ലവ് ജിഹാദ് ടൈപ്പിലുള്ള പ്രണയമാണ്. അത് പേളിയും മറ്റേ കൺവേർഷൻ ഒന്നും ഇല്ല. എങ്കിൽ പോലും ആ രീതിയിലുള്ള ഒരു നമ്മുടെ ഈ കൺസർവേറ്റീവ്സിന്റെ ഭാഷയിൽ പറഞ്ഞ നെഗറ്റീവ് മെസ്സേജ് കൊടുക്കുന്ന ഒരു പ്രണയമാണ്. മനസ്സിലായില്ലേ? പ്രണയം തന്നെ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ടാബുവാണ് ഗ്രാമപ്രദേശങ്ങളിലെല്ലാം. ഇനി ഇപ്പാണെങ്കിൽ ഇബ്രഹിം അതുപോലെ തന്നെ ജാസ്മിനും തമ്മിലുള്ള എല്ലാവരും കൂടി അവരെ ടാർഗറ്റ് ചെയ്യാണ്. ഇതെന്താ അവര് ഭയങ്കര തെറ്റ് ചെയ്യുന്ന രീതിയിൽ എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഈ 2 ആളുകൾ ഇഷ്ടപ്പെടുന്ന അവരുടെ സൗകര്യം, അത് നിങ്ങൾക്ക് എന്താണ്? ആ പിന്നെ ഈ ഷോ കഴിയുമ്പോഴത്തേക്ക് പ്രണയം പോകത്തില്ലേ? അതറിയില്ല. ഇപ്പൊ മറ്റൊരു പേളി കല്യാണം കഴിച്ചല്ലോ. പേളി കല്യാണം കഴിച്ചൊരു മക്കളുടെ നല്ല കുടുംബ ജീവിതമാണ്. ഞാൻ വിചാരിച്ച അവർ 2 കളിച്ചൊന്നും വരുന്നതായതുകൊണ്ട് അവർ പഠിച്ചിരിക്കുന്നു. പക്ഷെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പം ഈ വെസ്റ്റേൺ കൾച്ചർ നമ്മുടെ കുടുംബ സദസ്സുകളിലേക്ക്, കുടുംബങ്ങളിലേക്ക്
കൂടുതൽ ശക്തമായി അരിച്ചിറങ്ങാനുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നുണ്ട്. ഉം. പക്ഷെ ഈ ഒരു കൾച്ചറൽ പ്രോബ്ലത്തെ പറ്റി നമ്മളെ ഇവിടുത്തെ ഏറ്റവും കൺസർവേറ്റീവ് ആയിട്ടുള്ള സംഘടനകളൊന്നും തന്നെ വലിയ ബോധേടല്ല. ഉം. അപ്പൊ അവര് അത് ഏതാണ്ട് അംഗീകരിച്ച പോലെ എനിക്ക് തോന്നുന്നു. കാരണം വെച്ചാൽ ഈ ബിഗ് ബോസിന് വലിയൊരു ഫാൻ ഫോളോവിംഗ് ഉണ്ട്. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഈ മോഡേൺ ആയിട്ടുള്ള എക്സ്പ്രഷൻസിന്, അതായത് ഇപ്പം നമ്മൾ പറയില്ലേ ഈ പിള്ളേര് സിനിമാറ്റിക് ഡാൻസ് അല്ലെങ്കിൽ DJ, ഇതൊന്നും തടയാൻ പറ്റില്ല എന്നുള്ളൊരു ഫീൽ ഉണ്ട്. അപ്പം BJP-ക്കാരിടയ്ക്ക് ഞാൻ കണ്ടൊരു കാര്യം എന്ന് വെച്ചാൽ DJ ഒക്കെ അവർ എതിർന്നല്ല, പക്ഷെ DJ നരേന്ദ്രമോദിയുടെ പ്രസംഗം വന്ദേ മാതരം ദുർഗേനെ പിന്നെ സൂചിച്ചുകൊണ്ടുള്ള പാട്ടുകളൊക്കെ കയറ്റി. ആ രീതി അവർ അക്കോമഡേറ്റ് ചെയ്യാണ്. അപ്പം ഞാനതിൽ കാണുന്നൊരു പ്രശ്നം അതാണ്, വെസ്റ്റേണൈസേഷൻ എന്ന പ്രോസസ്സിനെ വേഗത കൂട്ടുന്ന. കാരണം അതിൽ വരുന്ന എല്ലാം തന്നെ ആ രീതിയിലുള്ള ആളുകളാണ്. ഇപ്പൊ നിങ്ങളെ പിടിച്ച് നാളെ ബിഗ് ബോസിൽ ഇട്ടേ നിങ്ങൾ മുടിയൊക്കെ ഇപ്പം ആ സീക്രട്ട് ഏജന്റ് ഉണ്ടെന്ന് തോന്നുന്നു. അവന്റെ മുടി ഇങ്ങനെ ആയിരുന്നില്ലല്ലോ മുമ്പ്. അല്ലല്ല, മുടിയൊക്കെ കളറൊക്കെ ചെയ്ത് താടിയൊക്കെ വേറെ രീതിയിൽ വന്നു. അതുപോലെ തന്നെ അഖിൽമാരാര് മൊത്തം ഗെറ്റപ്പ് മാറ്റിയിട്ടാണ്, ഡ്രസ് കോഡ് മാറ്റി. അതുപോലെ തന്നെ എല്ലാവരും നിങ്ങൾ നോക്കിയാൽ ഇപ്പൊ വളരെ സാധാരണക്കാരനായ ഒരാളെ പിടിച്ച് അവിടെ കൊണ്ടുവച്ച് ഇരുത്തി കഴിഞ്ഞാൽ നമ്മളെ മറ്റേ ഈ ചേട്ടന് അരിസ്റ്റോ സുരേഷ് ചേട്ടൻ എങ്ങനെയാണ് അവതരിപ്പിച്ചത്, കോട്ടൊക്കെ ഇട്ടിട്ട്. അപ്പൊ എല്ലാ അർത്ഥത്തിനും ഈ വെസ്റ്റേൺ കൾച്ചറിന്റെ ഒരു എന്താ പറയാ, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലാണ് ആ ഷോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കെന്തായാലും ഈ ബിഗ് ബോസിന്റെ ഷോ തീരുമ്പോഴത്തേക്ക് അടുത്ത സീസൺ തുടങ്ങും. അപ്പോൾ ഓരോ സീസണിലും ഇത്തരം വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് ആ സീസണെ ബൂസ്റ്റ് ചെയ്യുന്ന തരത്തിലായിരിക്കും എന്നുള്ളതാണ് ഇതുവരെയുള്ള നമുക്ക് തോന്നിയിട്ടുള്ളത്. ഈ വിവാദങ്ങളൊക്കെ അതിന്റെ പാട്ടിന് പോകുള്ളൂ. പക്ഷെ ഇത്തവണ ഇത്തിരി ഗുരുതരമായി കുറച്ച് കൂടിയ സാധനമാണ്. അത് രണ്ട് വ്യക്തികളെ അദ്ദേഹം പറയണം. അങ്ങനെ ആളുകളെ സംശയത്തിന്റെ മുൻപിനെ നിർത്താൻ പാടില്ല. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്, അഖിൽ ആൾറെഡി അഖിലിന്റെ ഫസ്റ്റ് പടം ഞാൻ കണ്ടതാ, എനിക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതൊരു ഹിറ്റ് പടം ഒന്നായിരുന്നില്ല. അഖില് പിന്നെ നല്ല കാര്യമാത്ര പ്രസംഗമായ ചാനലിലൊക്കെ വന്ന് സംസാരിക്കുന്ന ആളുമാണ്. പക്ഷെ ആഫ്റ്റർ ഓൾ നമ്മളാക്കിയ ആളുകളുണ്ടല്ലോ. ഏഷ്യാനെറ്റ് നമ്മളെവിടെ ഞാനിപ്പോ ഈ ഷോ ഇതിൽ വന്ന് ചിലപ്പോൾ നിങ്ങൾക്കൊന്നും ചില ആളുകൾക്ക് എന്നെ ഇഷ്ടമുണ്ടാവില്ല. അത് ഞാൻ വന്ന വഴികളിൽ ഇന്നത്തെ ഞാനിപ്പോ JNUവിൽ കുറെ ആളുകൾക്ക് എന്നെ ഇഷ്ടമുണ്ടാവില്ല, എനിക്ക് നെഗറ്റീവ് അനുഭവം ഉണ്ടാവും. പക്ഷെ ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്നതിന് പിന്നിൽ JNU ഒരു ഘടകമാണ്, മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ ആ അർത്ഥത്തിൽ JNUവിനെ കുറ്റം പറയുന്നത് ശരിയല്ലല്ലോ. അതെന്തെങ്കിലും വലിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ആ ഉള്ളിൽ നിന്ന് തിരുത്തുക എന്നല്ലാതെ ഒരു കമ്മിറ്റ്മെന്റ് നമ്മൾ എന്തായി തീർന്നു. അപ്പൊ അഖിൽ ഇന്നത്തെ രീതിയിൽ അഖിൽ ഒരു വലിയ സെലിബ്രിറ്റി, എനിക്ക് 10 ലക്ഷം കാണുമെന്ന് തോന്നുന്നു. 5-10 ലക്ഷമാണ് ഒരു കോംപ്രമൈസ് ചെയ്യാത്ത ജനീന് അയാളായതുകൊണ്ട് തന്നെ അയാൾ അങ്ങനെ ബുദ്ധിമുട്ടുകളിലൂടെ കയറി വന്ന ആളാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമ്മളാക്കിയ ആളുകളോട് നമുക്ക് അത് തിരുത്തണമെങ്കിൽ ഉള്ളിൽ നിന്ന് തിരുത്താൻ ശ്രമിക്കുന്നതാണ് നല്ലത്, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ നമുക്ക് ആ രീതിയിൽ പറഞ്ഞേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അത് കൃത്യമായ എവിഡൻസ് ആയിട്ട് വരണം, അല്ലാതെ കൃത്യമായ സൂചനകൾ തരണം. അല്ലാതെ എല്ലാവരും സംശയത്തിന് മുന്നിൽ നിർത്തുന്നത് അത്ര ശരിയല്ല. നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ സാർ, താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.